പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൽ റോമൻ റെയിൻസ് കോഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള ഏക കാരണത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് രണ്ട് വ്യത്യസ്ത സെഗ്മെൻറ്റുകൾ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനോട് അനുബന്ധിച്ച് കാണാൻ സാധിച്ചു. ആദ്യത്തേത് ജെയും ജിമ്മിയും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റാണ്. അതിൻ്റെ അവസാനം സോളോയും ജിമ്മിയും ജെയെ ആക്രമിക്കുമ്പോൾ കോഡി വന്നിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റാണ്. കോഡി സ്മാക്ഡൗണിൽ റോക്ക് പറഞ്ഞ വെല്ലുവിളിക്കെതിരെയുള്ള ഒരു മറുപടി, അത് സങ്കടപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടല്ല, വളരെ വാശിയോട് കൂടിയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് കോഡിയുടെ ഭാഗത്തു നിന്നും കേൾക്കാൻ സാധിച്ചത്. അവിടേക്ക് പോൾ ഹെയ്മൻ കയറി വരുന്നു. സ്മാക്ഡൗണിൽ റോമൻ റെയിൻസ് ഒറ്റയ്ക്ക് വരും എന്നുള്ളതും കോഡി ഒറ്റയ്ക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെഗ്മെൻറ്റിന് റോമന് സമ്മതമാണ് എന്നുള്ളതും പോൾ ഹെയ്മൻ ഒരു ഡീല് പോലെ മുന്നോട്ട് വയ്ക്കുന്നു. അത് കോഡി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നടന്ന ബാക്ക് സ്റ്റേജിലെ ചെറിയൊരു സെഗ്മെൻറ്റിൽ സെത്ത്, ജെ തുടങ്ങിയവരോട് സ്മാക്ഡൗണിൽ വരാൻ ആവശ്യമില്ല, താൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നുള്ളൊരു തീരുമാനം കോഡി അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കോഡിയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ബ്ലഡ് ലൈനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ബ്ലഡ് ലൈനെതിരെ ആര് സ്റ്റോറി ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കോഡി എടുത്തിരിക്കുന്ന തീരുമാനം. അതുകൊണ്ടാണ് ജെ വേഴ്സസ് ജിമ്മി സ്റ്റോറി ലൈനിൽ പോലും കോഡി ഇടപെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ റസൽമേനിയ 40-ൽ റോമൻ റെയിൻസ് വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ബ്ലഡ് ലൈനിൽ എല്ലാ താരങ്ങളും ഇൻ്റർഫിയറൻസ് നടത്തുന്നു. കോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജെ ഊസോ വരുന്നു. എന്നാൽ ഒരു നിമിഷത്തിൽ കോഡിയെ ജെ സൂപ്പർ കിക്ക് ചെയ്യുന്നു. അതായത് റോമൻ റെയിൻസിന് അനുകൂലമായ രീതിയിൽ മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് ജെ മത്സരത്തെ മാറ്റുന്നു. റോമൻ സ്പിയർ ചെയ്യുന്നു. അങ്ങനെ റോമന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ബ്ലഡ് ലൈനിലേക്ക് ജെ പിന്നെയും എൻട്രി ചെയ്യുന്നു. ഊസോസ് എന്ന് പറയുന്ന ടീം റീയൂണിയൻ ചെയ്യുന്നു. അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ജെ ഊസോയെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റാറാക്കി നിർത്തുന്നതിനേക്കാൾ നല്ലത് ബ്ലഡ് ലൈനിലെ ഒരിക്കലും വേർപ്പെടുത്താൻ സാധിക്കാത്ത ബ്ലഡ് ലൈനിൻ്റെ ഭാവി ലീഡർ എന്നുള്ളൊരു രീതിയിലേക്ക് പുഷ് ചെയ്യുന്ന സ്റ്റോറി ലൈൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു രീതിയിൽ ജയെ പിന്നെയും ആഡ് ചെയ്യുന്നു. ടാഗ് ടീം ഡിവിഷനിലേക്ക് ജയെ ഇടുന്നു. അതിന് മറ്റ് കാരണങ്ങളും ഉണ്ട്. കാരണം ഇപ്പോൾ ഒട്ടനവധി ടോപ്പ് സൂപ്പർ സ്റ്റാർസ് ആക്റ്റീവായി റോയലും സ്മാക്ഡൗണിലും ഉണ്ട്. അപ്പോൾ ജയെ ഇതിൻ്റെ ഇടയിലിട്ടാൽ ജെയ്ക്ക് കൃത്യമായി പുഷ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ടാഗ് ടീം ഡിവിഷനിലാണെങ്കിൽ ജെയ്ക്ക് കൃത്യമായി പുഷ് കൊടുക്കാനും സാധിക്കും. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി അവർക്ക് പഴയ പോലെ എൻ്റർടൈനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ റസൽമേനിയയിലെ വമ്പൻ ഒരു ട്വിസ്റ്റ് നമുക്ക് കോഡിയെ ആക്രമിക്കുന്നതിലൂടെ കാണാനും സാധിക്കും. റോമന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും സാധിക്കും. റോമൻ റെയിൻസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള ഏക ഒരു സാധ്യത ഉള്ളത് ഒന്നെങ്കിൽ ജെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റെസ്ലറിൻ്റെ ഡെബ്യൂ അല്ലെങ്കിൽ ഒരു റെസ്ലറിൻ്റെ തിരിച്ചറിവ് റോമൻ റെയിൻസിൻ്റെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു വഴിയും റോമൻ റെയിൻസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ റസൽമേനിയ 40-ൽ ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.